നമസ്കാരം. ജെസ്സി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തെരഞ്ഞെടുപ്പ് കാലമാണ്. സ്ഥാനാർത്ഥികളുടെ ജയപരാജയ സാധ്യതകളിലൂടെ നാം കടന്നു പോവുകയാണ്. ഇന്ന് ആലത്തൂരിലെ സ്ഥാനാർത്ഥിയായ LDF സ്ഥാനാർത്ഥിയായ PK ബിജു എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ, അതായത് ഈ ലോക്സഭാ കാലയളവിൽ അദ്ദേഹം ആലത്തൂരിലെ ജനങ്ങൾക്ക് വേണ്ടി നടത്തി എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് തന്നെ ഈ ജെസ്സി ടോക്സിൽ പരിശോധിക്കാം. പക്ഷെ അതിനു മുൻപ് ആലത്തൂരിലെ UDFന്റെയും LDFന്റെയും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള ചാവേർ പോരാട്ടവും വളരെ ഗംഭീരമായി നടക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട്. അതായത് ആലത്തൂരിൽ പാട്ടുപാടി സ്ഥാനാർത്ഥികൾ ജനങ്ങളിൽ നിന്നും വോട്ട് ചോദിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ കുറിച്ച് ഐഡിയ സ്റ്റാർ സിംഗർ അല്ല എന്ന് വിമർശിച്ചത് കോളേജ് അധ്യാപികയായ ദീപ ടീച്ചറാണ്. അപ്പോൾ ദീപ ടീച്ചർക്കെതിരെയും അനുകൂലമായി നിരവധി പോസ്റ്റുകളൊക്കെ കണ്ടു. രമ്യ ഹരിദാസ് അവിടെ പാട്ടുപാടുകയോ വോട്ട് ചോദിക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, അതിന് അവർ പാട്ടുപാടി വോട്ട് ചോദിച്ചാൽ ആർക്കാണ് ഇവിടെ ഛേദം? അതിനൊന്നും യാതൊരു വിഷയവുമില്ല. മറ്റൊന്ന്, ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അനിൽ അക്കരയും ദീപ ടീച്ചറും തമ്മിലുള്ള വാക്പോര് കുടുംബത്തുള്ളവരെ കൂടി പരാമർശിക്കുന്ന രീതിയിലേക്ക് എത്തി എന്നുള്ളത് കൂടി ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട്. അനിൽ അക്കര MLA, രമ്യ ഹരിദാസ്, ഇവര് ജനപ്രതിനിധികൾ കൂടിയാണ്. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് രമ്യ ഹരിദാസ്. അനിൽ അക്കര എന്നുള്ളത് MLA ആണ്. അപ്പോൾ കുറച്ചുകൂടി സഭ്യമായ രീതിയിൽ MLAയുടെ വാക്കുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന്, ദീപ ടീച്ചറാണ്. അവരൊരു ടീച്ചറാണ്. ആ ഒരു നിലവാരം അവരുടെ വാക്കുകൾക്ക് ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, സാധാരണക്കാരിയായിട്ടാണ് പ്രതികരിച്ചത് എന്നുള്ളതാണ് ഉത്തരമെങ്കിൽ ശരിയാണ്. പക്ഷെ പാട്ടുപാടി വോട്ട് ചോദിക്കുന്നതിന് ഐഡിയ സ്റ്റാർ സിംഗറോ അമ്പല കമ്മിറ്റി തെരഞ്ഞെടുപ്പാണോ എന്നൊക്കെ ചോദിക്കുന്നത് കൊണ്ട് വലിയ അർത്ഥമില്ലെന്ന് തോന്നുന്നു. അത് അവരുടെ വ്യക്തിപരമായ കാര്യം. മാത്രമല്ല, അവർ സ്വന്തം ശബ്ദത്തിൽ വോട്ട് ചോദിച്ചു, അല്ലെങ്കിൽ സ്വന്തം ശബ്ദത്തിൽ പാട്ടുപാടി വോട്ട് ചോദിക്കുന്നു, അല്ലാതെ മറ്റാരുടെയും ശബ്ദം കോപ്പി അടിക്കുകയോ മറ്റോ ചെയ്തിട്ടല്ല എന്നുള്ളത് കൂടി വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ് അവർക്ക് ആരോടും പറയാനാകാത്തൊരു നിസ്സഹായാവസ്ഥ ഉണ്ടെങ്കിലോ രമ്യ ഹരിദാസിന്, അങ്ങനെയൊക്കെ ആയിക്കൂടെ? അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിന് ന്യായീകരിക്കാൻ ഒരുപാട് പേരുണ്ടാവുകയും ചെയ്യും. അതായത് ഒരു നിസ്സഹായാവസ്ഥയിൽ അവർ പാടിപ്പോയതാണ്, അല്ലെങ്കിൽ ആരോടും തുറന്നു പറയാനാവാത്തൊരു സന്നിഗ്ധ ഘട്ടമാണ്. മാത്രമല്ല, ആരെങ്കിലും കൂടെ നിന്ന് ആരെങ്കിലും ചതിച്ചതാണെങ്കിലും ഇതൊക്കെ അവർക്കുമാകാം എന്നുള്ളത് കൂടി ഇതോടൊപ്പം ചേർത്ത് പറയുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരൊരു ജനപ്രതിനിധിയാണ്. അപ്പൊ അവരുടെ പ്രവർത്തനങ്ങളിലെ പാളിച്ച അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിമർശന വിധേയമാക്കിയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി പക്വത ഒരു പോസ്റ്റിന് കൈവരുമായിരുന്നു എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. കാരണം അവരുടെ പഞ്ചായത്ത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അവരുടെ പ്രവർത്തനങ്ങൾ വിമർശിക്കുകയായിരുന്നുവെങ്കിൽ ഒരു അന്തസ്സുണ്ടായേനെ. കാരണം അതിന് ഏതൊരു പൗരനും അവകാശമുണ്ട് എന്നുള്ളതാണ്. ആലത്തൂരിൽ വോട്ടുള്ള ഒരാളെന്നുള്ള നിലയിലാണ് വിമർശിച്ചത് എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. അതെല്ലാം മനസ്സിലായി. പക്ഷേ പാട്ടുപാട് വോട്ട് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഒരു കലാകാരി എന്നുള്ള നിലയിൽ അവരെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. നേരത്തെ പറഞ്ഞല്ലോ, PK ബിജു എന്ന ആലത്തൂരിലെ MP, അവിടെ വോട്ട് ചോദിക്കാൻ അദ്ദേഹത്തിന് അവിടെ യാതൊരു പ്രയാസവും ഉണ്ടാകേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് സെക്ഷനിൽ 89% ഹാജർ നില ഉള്ള ഒരു ജനപ്രതിനിധിയാണ് PK ബിജു. 300-ലധികം ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുത്തു. മാനവിക വികസന ശേഷി സമിതി സ്ഥിരാംഗം, ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ഉപദേശക സമിതി അംഗം, യുവജന പാർലമെന്ററി ഫോറം അഡീഷണൽ അംഗം, വാട്ടർ കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് പാർലമെന്റ് ഫോറം അംഗം എന്നിങ്ങനെ പാർലമെന്റിന്റെ വിവിധ സമിതികളിൽ അംഗമായിരുന്നു PK ബിജു എന്നുള്ളത് ലോക്സഭയുടെ രേഖകളിൽ നിന്നും വ്യക്തമാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട വിവിധ സൈറ്റുകളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. 5 വർഷത്തിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു എന്ന് അതുകൂടി നമുക്കൊന്ന് നോക്കാം. MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 20.21 കോടിയുടെ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയതെന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഗ്രാമീണ റോഡുകൾക്ക് 423.50 ലക്ഷം രൂപയും കുടിവെള്ള പദ്ധതികൾക്ക് 544.99 ലക്ഷം, ഗ്രാമീണ വായനശാലകൾക്ക് 103.67 ലക്ഷം, അംഗനവാടികൾക്ക് 53.50 ലക്ഷം എന്നിങ്ങനെയാണ് വികസന പ്രവർത്തനങ്ങൾക്കായി MP ഫണ്ടിൽ നിന്നും ഉപയോഗിച്ചത്. ആരോഗ്യ മേഖലയ്ക്ക് 191.42 ലക്ഷം, വൈദ്യുതീകരണത്തിന് 47.5 ലക്ഷം രൂപയും അനുവദിച്ചു.
അനുവദിച്ചു. റെയിൽവേ, കാർഷിക, ദേശീയ വികസന പദ്ധതികൾ എന്നിവ നടപ്പാക്കാൻ ഇടപെടൽ നടത്തിയെന്നും ലോക്സഭയുടെ സൈറ്റിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. പട്ടികജാതി വികസനത്തിന് 5.4 കോടി രൂപയാണ് ചെലവാക്കിയതെന്ന് കൂടി പറയുന്നു. മണ്ണുത്തി വാളയാർ ദേശീയപാത സഞ്ചാരയോഗ്യമാക്കാൻ കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം വിളിപ്പിക്കുകയും പാലക്കാട് ജില്ലയുടെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരമായി 100 വിദ്യാലയങ്ങളിൽ IT വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ 100 ലക്ഷം രൂപ അനുവദിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. UP മുതൽ ഹയർ സെക്കൻഡറി വരെ ഇത് പൂർണ്ണമായും നടപ്പിലാക്കി. ഇത് പറയുമ്പോൾ സന്ദർഭവശാൽ മറ്റൊന്നുകൂടി പറയേണ്ടതുണ്ട്. കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ബ്ലോക്ക് പഞ്ചായത്ത് കുഴൽമന്ദമാണ്. അത് PK ബിജുവിന്റെ മണ്ഡലമായ ആലത്തൂർ മണ്ഡലത്തിലാണ് എന്നുകൂടി സൂചിപ്പിക്കണം. രാഷ്ട്രീയമാണോ എന്താണോ എന്നറിയില്ല, പക്ഷെ മറ്റൊന്നുകൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. രമ്യ ഹരിദാസിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ളത് കുന്നമംഗലം, അത് കേരളത്തിൽ 138ാം സ്ഥാനത്താണ്. ഇതൊക്കെ രേഖകളാണ്. രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ ആകുമ്പോൾ ഇതുകൂടി, അതായത് ഇത്തരത്തിൽ പാട്ട് പാടുന്നു, വോട്ട് ചോദിക്കുന്നു എന്നുള്ള വിമർശനങ്ങളെക്കാൾ കുറച്ചുകൂടി കടന്നുകൊണ്ട് പക്വമായ രീതിയിൽ അവരെ വിമർശിക്കാം എന്നുള്ളതാണ് പറയാനുള്ളത്. 2009 ഇനി തെരഞ്ഞെടുപ്പ് കണക്കുകളിലേക്ക് കൂടി വരാം. PK ബിജുവിന്റെ 2009 UDF 20ൽ 16 സീറ്റുകളും സ്വന്തമാക്കിയപ്പോൾ ഇടതുപക്ഷത്തിന് ലഭിച്ച 4 സീറ്റുകളിൽ ഒന്നായിരുന്നു ആലത്തൂർ എന്നുള്ളത് മറക്കരുത്. 20,960 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു UDF സ്ഥാനാർത്ഥി MK സുധീറിനെ ബിജു മറികടന്നത്. LDF സ്ഥാനാർത്ഥികളിൽ കാസർഗോഡ് P കരുണാകരന് പുറകിൽ ഉയർന്ന ഭൂരിപക്ഷവും PK ബിജു എന്ന സ്ഥാനാർത്ഥിക്കായിരുന്നു. 35.19% വോട്ടുകളായിരുന്നു അന്ന് ബിജു നേടിയത്. 2014ലും അത് അദ്ദേഹം ആവർത്തിക്കുകയുണ്ടായി. 2009 അദ്ദേഹത്തിന്റെ കന്നി അംഗമായിരുന്നു എന്നുകൂടി സൂചിപ്പിക്കുന്നു. UDFിലെ K ഷീബയായിരുന്നു 2014 അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത്. 37,312 വോട്ടുകൾക്കായിരുന്നു അന്ന് ബിജുവിന്റെ ജയം. എന്നാൽ ആലത്തൂർ മറ്റൊരു രീതിയിൽ കൂടി 2014 ശ്രദ്ധ നേടി എന്നുകൂടി കണക്കുകളും വിവരങ്ങളും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും അധികം നോട്ട പോൾ ചെയ്ത മണ്ഡലമായിരുന്നു ആലത്തൂർ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. കടന്നു വന്ന വഴികളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ആലത്തൂർ MP ആയ PK ബിജുവിന്റെ വഴികളിലും കനലൊട്ടും കുറവല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ആലത്തുകാർ അവരുടെ MPക്ക് മാർക്കിടട്ടെ. അനിയൻകുട്ടനായല്ല, നാടിനൊപ്പം നിൽക്കുന്ന ജനപ്രതിനിധിയാകും എന്നുറപ്പുണ്ടെങ്കിൽ PK ബിജുവിന് അവർ വോട്ട് ചെയ്യട്ടെ. തീരുമാനം അവർക്ക് നമുക്ക് വിടാം. എന്തായാലും ജനപ്രതിനിധികൾ തമ്മിലുള്ള, ടീച്ചറും ജനപ്രതിനിധിയും തമ്മിലുള്ള ഓൺലൈൻ തർക്കമൊക്കെ വരും ദിവസങ്ങളിൽ അവസാനിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജസ്ദാസ് സൈനിങ് ഓഫ് ഫ്രം ജെസി ടോക്സ്.